അധികാരത്തിലിരിക്കുന്നവരുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ ഈ ശതാധിപൻ പറയുകയാണ്, ഞാൻ 100 പടയാളികൾക്ക് അധിപനാണ്. നീ ഒരുവനോട് ഇവിടെ വരുവാൻ പറഞ്ഞാൽ അവൻ ഇവിടെ വരും, ഒരുവനോട് അവിടെ പോകാ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ പോകും. ഞാൻ പറയുന്നത് കേൾക്കുവാനും ഞാൻ പറയുന്നത് അവരനുസരിക്കുവാനും അവരുടെ ആജ്ഞാനുവർത്തികളായി എന്റെ കൂടെ നിൽക്കുമ്പോൾ, എന്റെ ഗുരുവേ നീ അവിടെ വരേണ്ട കാര്യമില്ല. എന്റെ ബാല്യക്കാരന് നീ ഇവിടെ നിന്ന് ഒന്ന് കൽപ്പിച്ചാൽ മതി, നീ ഇവിടെ നിന്നൊന്ന് കൽപ്പിച്ചാൽ മതി. ദൂരെ കിടക്കുന്ന നിന്റെ പ്രശ്നത്തിന്, അനേകം കിലോമീറ്റർ അകലെ കിടക്കുന്ന നിന്റെ പ്രശ്നത്തിന് ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതിന്റെ അനന്തര ഫലം കൂടെ ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 13-ാം വാക്യം കൂടെ, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവന് സൗഖ്യം വന്നു. ഏതാ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞ സമയം തന്നെ യേശു ശതാധിപനോട് പറഞ്ഞു, നീ പോക, നീ പറഞ്ഞതുപോലെ തന്നെ ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ അവിടെ വീട്ടിൽ വിടുതൽ പ്രാപിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ കൽപ്പിച്ചു കഴിയുമ്പോൾ വീട്ടിലുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ട്, അങ്ങ് ദൂരെയുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നിങ്ങൾ അങ്ങനെ വിഷമിച്ചു പോകേണ്ട കാര്യമില്ല, നിങ്ങളെ ഗുരുവിനെ എടുത്ത് അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങ് ദൂരദേശത്തുള്ള പ്രശ്നത്തിന് പരിഹാരമാണ്. ശബ്ദം, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ശബ്ദത്തിന് പവറുണ്ടോ, ശക്തിയുണ്ടോ എന്ന്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പലരും സംശയം ചോദിച്ചു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്, ഈ ഭൂമി എങ്ങനെ ഉണ്ടായത്, ഈ ഭൂഗോളം എങ്ങനെ ഉണ്ടായത്, പലരും സംശയം ചോദിച്ചു. ദൈവാത്മാവ് പ്രാപിച്ചവർ അവർ പറയും, ഉളവാകട്ടെ എന്ന ഒരൊറ്റ ശബ്ദത്താൽ ഉളവായതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പക്ഷേ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞൻ, നിങ്ങൾക്ക് വട്ടാ, നിങ്ങൾ മണ്ടന്മാരാ, ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയില്ലായ്മ, ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ഇതങ്ങനെ ഉളവാകുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ പലരുമുണ്ട്, പല തിയറികളും അവര് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു എല്ലാവർക്കും അറിയാവുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം അറിയാം ബിഗ് ബാങ് തിയറി. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു തിയറി ഉണ്ടാക്കി. ആ തിയറിയുടെ പേരാണ് ബിഗ് ബാങ് തിയറി. ഒരു മഹാവിസ്ഫോടന തത്വം. ഒരു മഹാവിസ്ഫോടന തത്വം അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. പണ്ട് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയും ഈ പ്രപഞ്ചമെല്ലാം കത്തുന്ന ഒരു അഗ്നിഗോളമായിരുന്നു. എങ്ങനായിരുന്നു? കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു അഗ്നിഗോളമായിരുന്നു കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ്. ഇവര് തിയറി ഉണ്ടാക്കിയതാ. അവര് പറയുക, എന്നിട്ട് എങ്ങനെയോ എപ്പോഴോ ഒരു വലിയ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ട് ചെറിയൊരു കഷണം തെറിച്ചു വന്ന് വീണു. ചെറിയൊരു കഷണമാ തെറിച്ചു വീണു, അത് ഭൂമിയായി രൂപാന്തരപ്പെട്ടു. മറ്റു വലിയ കഷ്ണങ്ങളൊക്കെ മറ്റു പല ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമായി പോയി. ഇതിനാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള തിയറി, ബിഗ് ബാങ് തിയറി. ശരിയാ? എങ്ങനോ എപ്പോഴോ എന്ത് ചെയ്തു? ഈ അഗ്നിജ്വാല പൊട്ടിത്തെറിച്ച് ചെറിയൊരു കഷ്ണം. ഞാനത് കുറച്ചു നാളുകൾ കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാക്കിയത്. ഇത് ദൈവവചനത്തിലുള്ള കാര്യമാണ് അവരന്ന് പറഞ്ഞത്. 29-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാലോ? 29-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. ഇത് ശാസ്ത്രകാരന്മാര് കണ്ടുപിടിച്ചത് പിന്നീടാ. പക്ഷെ ബൈബിളിൽ നേരത്തെ എഴുതി വെച്ചിരുന്നു. ഈ പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചത്? അഗ്നിജ്വാലയിൽ ഉളവാകട്ടെ എന്ന് ദൈവം ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉളവാകുവാൻ അതിൽ നിന്ന് സാധ്യമായെങ്കിൽ, ഈ ഭൂമി അതിൽ നിന്ന് ഉളവുവാൻ അതിൽ നിന്ന് സാധ്യമായെങ്കിൽ, ആ വാക്കിന്റെ ശക്തി, ആ വാക്കിന്റെ പവർ ഇന്ന് ഈ പന്തലിന്റെ ഉള്ളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക.
29-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ കുളിര് കോരുന്നത് നമുക്ക് എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെടുവാനിടയായി. യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് വലിയൊരു ദീർഘമായ പഠനമാണ് 29-ാം സങ്കീർത്തനം അതിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാ, യഹോവയുടെ ശബ്ദം കാദേശ് മരുഭൂമിയെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലിരിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം കാദേശ് മരുഭൂമിയെ നടുക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്ന ദൈവത്തിന്റെ ശബ്ദം അതിവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഉള്ളിൽ അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ആ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ നീ എന്നായിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വിടുതൽ ഇന്ന് പ്രാപിക്കുകയാണ്. ആ ശബ്ദം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, ദൂതത്തെടുത്ത് കഴിയുമ്പോൾ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഇന്നുണ്ടാകുവാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദത്താൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉളവാകുവാനിടയായെങ്കിൽ ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ ഒരു വാക്കിനാൽ മാറ്റപ്പെടുവാനിടയാകും. നിന്റെ രോഗമായിക്കോട്ടെ, നിന്റെ സമാധാനമില്ലായ്മയായിക്കോട്ടെ, നിന്റെ ഏത് പ്രശ്നമായിക്കോട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവമേ, നിന്റെ ഒരു വാക്ക് മതി എന്റെ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം വരുവാൻ. എന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നിന്റെ ഒരു വാക്കിന്മേലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി എന്ന് വേറെ തെളിവുകൾ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതുകൂടെ വായിക്കാം. 2 പത്രോസ് 3:5. 2 പത്രോസ് 3:5. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. എങ്ങനെ? ദൈവവചനത്താൽ ഉളവായി. ഇത് ഞാൻ പറഞ്ഞതല്ല, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്നിട്ട് പറയാൻ 2 പത്രോസ് 3:5. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി. അടുത്ത തെളിവ് സങ്കീർത്തനം 33:6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. യഹോവയുടെ വചനത്താൽ ആകാശമുളവായി. ഇത് ഞാൻ പറഞ്ഞതല്ല, സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചത്. യഹോവയുടെ വചനത്താൽ സകലതും ഉളവായി. അടുത്ത തെളിവ് യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാൽ സകലവും ഉളവായി. ഇന്നിവിടെ ഉളവായിരിക്കുന്നത് ആദിയിലെ വചനം, അതുമൂലം ഉളവായതാണ് സകലതും. അടുത്ത തെളിവ് എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ചുമ്മാ എല്ലാവരും പറഞ്ഞിട്ടല്ല, നമ്മുടെ അകത്തുള്ള വിശ്വാസത്താലാണ് നാം അറിയുന്നത്. ഈ ലോകം എങ്ങനെയാ നിർമ്മിക്കപ്പെട്ടത്? യേശുവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ വചനത്താൽ ഈ ലോകം നിർമ്മിക്കപ്പെട്ടു. ഞാൻ തെളിവുകൾ പലതും ഇപ്പോൾ ഞാൻ പറഞ്ഞു. ശാസ്ത്രകാരന്മാർ അതും ഇതും പറഞ്ഞു. അവർ പറയുമ്പോൾ, ബിഗ് ബാങ് തിയറി പറയുമ്പോൾ അവർ പറയും എങ്ങനോ എപ്പോഴോ വലിയ സ്ഫോടനമുണ്ടായി, മഹാവിസ്ഫോടനമുണ്ടായി, അങ്ങനായി പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. പക്ഷെ ദൈവവചനം അറിയാവുന്ന നമുക്കറിയാം ഈ സ്ഫോടനം എപ്പോഴാണ് ഉണ്ടായത്. ഉളവാകട്ടെ എന്ന് ദൈവത്തിന്റെ വചനം അയച്ചപ്പോൾ ഇത് സകലതും ഉളവാകുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉളവാകട്ടെ എന്ന് അന്നരുളി ചെയ്തവന്റെ വാക്കിവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനിടയാകണം.
പലപ്പോഴും നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പരാജയത്തിന് കാരണമായി തീരുന്നത്. ഞാൻ വേഗത്തിൽ ഓടിച്ചു വിടുകയാണ്. യേശു എങ്ങനാ സൗഖ്യമാക്കിയത്? രോഗികളെയൊക്കെ എങ്ങനാ സൗഖ്യമാക്കിയത്? ഞാൻ പഴയ ഉൽപ്പത്തി പ്രമാണം എല്ലാം വിട്ടു, ഉൽപ്പത്തിയുടെ കാര്യമെല്ലാം ഞാൻ വിട്ടു. ഇനി ഈ സബ്ജക്റ്റിലേക്ക് യേശു എങ്ങനാ രോഗികളെ സൗഖ്യമാക്കിയത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. നിങ്ങൾ നോട്ട് ചെയ്യണം, എങ്ങനെയാണ് വാക്കുകൊണ്ട് ദുരാത്മാക്കളെ അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. യേശുവിന്റെ വാക്കുകൊണ്ട് സകല ദുരാത്മാക്കളെയും പുറത്താക്കി സകല ദീനക്കാരെയും സൗഖ്യമാക്കുവാൻ യേശുവിന്റെ വാക്കിന് കഴിഞ്ഞു. എന്നറിയാവുന്ന ശതാധിപൻ പറയുക, എന്റെ പുരയ്ക്കകത്ത് നീ കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് അവിടെ സൗഖ്യം വരും. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു സൗഖ്യമാക്കിയ അതേ രീതി തന്നെയാണ് ഞങ്ങളും ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ വലിയ പ്രവൃത്തിയൊന്നും കാണിക്കുന്നില്ല, അങ്ങോട്ട് ഉന്തി വീഴ്ത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ രോഗഭാരത്താൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ദൈവത്തിന്റെ ശക്തി കൊണ്ട്, യേശു ക്രിസ്തു ഞങ്ങളിൽ തന്ന ആ ശക്തി കൊണ്ട്, പുനരുത്ഥാനത്തിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ഇവിടെ പലതും നടക്കുന്നു. അത് ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയല്ല, യേശുവിന്റെ വാക്കിന്റെ ശക്തി ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ആ വാക്കിന്റെ ശക്തി ഞങ്ങളത് ഏറ്റെടുത്തിട്ട് അത് നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിലേക്ക് അപ്ലൈ ചെയ്യുമോ, അപ്പോഴാണ് വിടുതൽ പ്രാപിക്കുന്നത്. പലരും വിടുതൽ പ്രാപിക്കാതിരിക്കുന്നതിന്റെ കാര്യം പറയുന്നത് പലതും ഏറ്റെടുക്കും, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ വെറുതെ ഇവിടെ കടന്നു വന്നതല്ല, ദൈവത്തിന്റെ വാക്ക്, ആ ശബ്ദം ഇതിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുമാറാകട്ടെ, അത് പരിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ അത് ഉരുവായി തീരുമാറാകട്ടെ. അത് ഉരുവായി തീർന്നതിന് ശേഷം അത് നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ ഇടയാകുമാറാകട്ടെ. അനേകർക്ക് വിടുതലിന് അത് കാരണമായി തീരുവാൻ ഇടയാകട്ടെ. അപ്ലൈ ചെയ്യുവാൻ പലരും മടിക്കുക. ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു രോഗിയായ വ്യക്തിയെ കാണുമ്പോൾ പ്രാർത്ഥിക്കാതെ മടങ്ങിപ്പോവും. പേടിയാ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ രോഗം എന്നിലേക്ക് വന്നാലോ, പേടിയാ പലർക്കും. ഒരു ഭൂതഗ്രസ്തനെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ പേടിയാ, ആ ഭൂതം എന്നിലേക്ക് വന്നാലോ. കാരണം എന്താ? നമ്മുടെ ജീവിതം പോക്ക, അതുകൊണ്ടാ പ്രാർത്ഥിക്കാൻ പേടി. ഒരു രോഗിയെ കാണുമ്പോൾ പ്രാർത്ഥിക്കാതെ മടങ്ങിപ്പോകുന്നതിന്റെ കാരണം നിന്നിൽ ദൈവവചനം ഉരുവായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ന് നീ ഒരു രോഗിയെ കാണുമ്പോൾ, ഇന്നൊരു പാപിയായ വ്യക്തിയെ കാണുമ്പോൾ അവനോട് സുവിശേഷം പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഭൂതം പ്രാപിച്ചവനെ, ഭ്രാന്ത് പ്രാപിച്ചവനെ അവനെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, രക്ഷയുടെ അവസ്ഥയിൽ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഉള്ളിൽ എന്തില്ല? യേശുവിന്റെ ശബ്ദം ഉരുവായിട്ടില്ല, ആ വചനം ഉരുവായിട്ടില്ല. ആ വചനം, അന്ന് ക്രിയ ചെയ്ത വചനം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു. ആ ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളിന്മേൽ, ആ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവൻ അവിടെ യാഗമായി തീർന്നു. അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്തൊരു രോഗിയുണ്ടെങ്കിൽ, വീടിനടുത്തൊരു രോഗിയുണ്ടെങ്കിൽ അവിടെ ചെന്നൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ദൈവവചനം ഉള്ളിൽ ഉരുവായോ എന്ന് അറിയുവാൻ വേണ്ടി നീ കൽപ്പിക്ക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധം അഴിഞ്ഞു മാറട്ടെ. നമ്മളത് ഇന്ന് അപ്ലൈ ചെയ്ത് അത് ആ രീതിയിലേക്ക് ആക്കിയെടുക്കുവാൻ നാം ഇന്ന് ആ രീതിയിലേക്ക് ആകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത്, ഈ വാക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ യേശു ഇങ്ങനൊക്കെ പറയുന്നുണ്ട്,
പറയുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയാണ് രോഗികൾ സൗഖ്യമാകുന്നത്? നമ്മൾ വായിച്ചു കേട്ടു, യേശുവിന്റെ വാക്കുകൊണ്ടാണ് രോഗികൾ സൗഖ്യമായത്, ഭൂതഗ്രസ്തർ വിടുതൽ പ്രാപിച്ചത്, പല അത്ഭുതങ്ങളും നടന്നത് യേശുവിന്റെ വാക്കുകൊണ്ടാണ്. എങ്ങനായി ഈ വാക്ക് പറയുമ്പോൾ അവിടെ രൂപാന്തരം നടക്കുന്നത് എങ്ങനാണ്? സങ്കീർത്തനം 103:20. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. ഈ യഹോവയുടെ യേശുവിന്റെ ആ ശബ്ദത്തിന്റെ വാക്ക് കേൾക്കുവാൻ കാതോത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആരാണ്? ആജ്ഞാനുവർത്തികളായിട്ട് അവന്റെ ദൂതന്മാർ യേശുവിന്റെ വാക്കിന് കാതോർത്ത് നിൽക്കുക. വിടുതൽ വേണ്ടെടുത്ത് ദൂതന്മാർ അവിടെ അന്നേരം പോയി വിടുതൽ കൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അടുത്ത സബ്ജക്ട്, ഈ വചനം എങ്ങനെയുള്ളതാണ്? ഈ വചനം എങ്ങനെയുള്ളതാ? ഈ രോഗികളെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതുമായ ഈ വചനം എങ്ങനെയുള്ളതാണ്? അതാണ് എബ്രായ ലേഖനം 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ദൈവത്തിന്റെ വചനം, ഒറ്റ മിനിറ്റ്. ദൈവത്തിന്റെ വചനം ജീവനും ജീവനുള്ളതാണ്. ഒന്ന്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് സന്ധികളെയും ആ പ്രാണനെയും ആ ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുപ്പിക്കും വരെ തുളച്ചു ചെന്ന് അത് അവിടെ ക്രിയ ചെയ്യുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒച്ചയില് ജീവൻ എടുത്ത് പറയുന്നത്. അല്ലാതെ പ്രാർത്ഥന വന്ന് എന്റെ ഈശോയെ, ഇങ്ങനെ ജീവനില്ലാത്ത ഒരു ആരാധനയല്ല. നമ്മൾ ദൈവത്തിന്റെ വചനം എടുക്കുന്നുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവത്തിന്റെ വചനം എടുക്കുമ്പോൾ ജീവനുള്ളവരായി ദൈവത്തിന്റെ വചനം എടുക്കുവാൻ ഇന്ന് രാത്രി നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ട്, അത് ചൈതന്യമുള്ളതാ. ഒന്ന് ജീവനുള്ളതാണ്, രണ്ടാമത് അത് ചൈതന്യമുള്ളതാ. പിന്നെ അതെങ്ങനെ ക്രിയ ചെയ്യുന്നത്? ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപെടുപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള വാളാണത്. നിന്റെ അന്തരീന്ദ്രിയങ്ങളെയും നിന്റെ ഹൃദയത്തിലെ പ്രശ്നങ്ങളെയും ശോധന ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ആഴമായി ക്രിയ ചെയ്യുന്നതാണ്. നിന്റെ ഉള്ളിലെ വിചാരങ്ങൾ പോലും അറിയാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ പുറകിലുള്ള പാസ്റ്റർമാരുടെ ഹൃദയവിചാരം എനിക്കറിയില്ല, അവരെന്താ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവവചനത്തിനറിയാം. ഞാനിവിടെ ദൈവവചനം പറയുമ്പോൾ, ആ ദൈവവചനം ചെല്ലുമ്പോൾ ഇവരുടെ ഹൃദയ വിചാരങ്ങൾ പോലും അറിയാൻ പറ്റുന്നതാണ് എന്ത്? ദൈവവചനം. ഇന്ന് രാത്രി ആ ജീവനുള്ള ആ ചൈതന്യമുള്ള ദൈവവചനം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനും ചൈതന്യവുമുള്ളതായ ദൈവവചനം. ഇനി അധികം സമയമില്ല, 8:30 അതുകൊണ്ട് യേശുവിന്റെ കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അതാണ് സബ്ജക്ട്. അവൻ എഴുന്നേറ്റു കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവ അമർന്നു ശാന്തമായി. ഇന്ന് രാത്രി യേശു ശാസിക്കേണ്ടിടത്ത് ശാസിക്കുവാനും കഴിവുള്ളവനാണ്. കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനെ ശാസിച്ചു.
അപ്പോൾ അതെല്ലാം അമർന്ന് ശാന്തമായി തീരുവാനിടയായി. ആ സബ്ജക്ട് കൂടുതൽ ആ ഉള്ളിലേക്ക് ഇറങ്ങി പ്രസംഗിക്കുന്നതാണ്. പക്ഷെ എന്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ദീർഘമായതിനാൽ ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പറയുകയാണ്. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം പറഞ്ഞ വാക്ക്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം. യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത്? സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. മതി. യേശു ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? സ്ത്രീയെ നീ കരയുന്നതെന്ത്? നീ കരയുന്നതെന്ത്? സഹോദര, നീ കരയുന്നതെന്ത്? നീ ആരെയാ തിരയുന്നത്? യേശു പറയുകയാണ്, നീ കരയണ്ട. വൈ ആർ യു ക്രൈങ്? വൈ ആർ യു, അതിനകത്ത് ഇംഗ്ലീഷിൽ വൈ ആർ യു വീപ്പിംഗ്? നീ വിതുമ്പുന്നത് എന്തിനാ? നീ വിതുമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? നീ വിതുമ്പേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ ചോദ്യമുണ്ട്, വൈ ആർ യു ക്രൈങ്? മകളെ, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ വിതുമ്പിക്കൊണ്ടിരിക്കുന്നത്? മകനെ, നീ എന്തിനാ വിതുമ്പിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ പ്രശ്നത്തെ ഓർത്തുകൊണ്ടാണോ? നിന്റെ പ്രയാസത്തെ ഓർത്തുകൊണ്ടാണോ? ഇന്ന് രാത്രി നീ വിതുമ്പി കരയേണ്ട ആവശ്യമില്ല. I am here. ഞാനിവിടെ ഉണ്ട്. നീ ആരെയാ തിരയുന്നത്? ഞാനിവിടെ ഉണ്ട്. നീ കരയേണ്ട ആവശ്യമില്ല. പൂർണ്ണമായി അത് ഏറ്റെടുക്കണം. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഇതേ വാക്കാണ്, നീ കരയണ്ട. മക്കളെ, നിങ്ങൾ കരയണ്ട. ഒന്നിനാലും ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. കാരണം എന്താ? ഐ ആം ഹിയർ. ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ അതുകൊണ്ട് ഭാരപ്പെടണ്ട, നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ആ സ്ത്രീയോട് മാത്രമല്ല, പല സ്ത്രീകളും കരഞ്ഞ കാര്യം നമുക്കറിയാം. ഒരു സ്ത്രീ പഴയ നിയമകാലത്താണ് ദേവാലയത്തിൽ വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദേവാലയത്തിന്റെ പുരോഹിതൻ വന്നിട്ട്, മകളെ, നീ എന്താ കാണിക്കുന്ന? വീഞ്ഞു കുടിച്ച് നീ പുലമ്പിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആ വ്യക്തിയോട് ചോദിച്ചു. ഹന്നായോടാണ് ചോദിച്ചത്. ഹന്ന പറയാ, യജമാനനെ, ഞാൻ വീഞ്ഞു കുടിച്ചു വന്നതല്ല, എന്റെ മനോവിഷമം ദൈവസന്നിധിയിൽ ഞാനൊന്ന് പകർന്നതാ. ഹന്നയുടെ മനോവിഷമം അവൾ ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നു. അവൾക്ക് എന്തില്ലായിരുന്നു? മക്കളില്ലായിരുന്നു. മക്കളില്ലാത്ത ഹന്ന ദൈവസന്നിധിയിൽ വിതുമ്പിക്കരഞ്ഞപ്പോൾ പുരോഹിതന് മനസ്സിലായില്ല എന്തിനാ ഇവൾ കരഞ്ഞെന്ന്. ഇന്ന് രാത്രി ഇവിടെ നിങ്ങൾ കരയുന്നെങ്കിൽ, വിതുമ്പിക്കരയുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളെ ഓർത്ത്, നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത്, നിങ്ങളുടെ പിതാവിനെ ഓർത്ത്, മാതാവിനെ ഓർത്ത്, നിന്റെ അയൽക്കാരനെ ഓർത്ത്, നിന്റെ ചാർച്ചക്കാരെ ഓർത്ത് നീ വിതുമ്പിക്കരയുന്നെങ്കിൽ, അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നിവിടെ വ്യാപരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു പലപ്പോഴും ഇങ്ങനെ, യേശു തന്റെ ഐഹിക ജീവിത കാലത്ത് യേശു ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചത് എവിടൊക്കെയാ? ഗലീലയിൽ പോയി പ്രവർത്തിച്ചു. പിന്നെ പോയി പ്രവർത്തിച്ചത് കാനായിൽ പോയി പ്രവർത്തിച്ചു. എവിടെ ശൂന്യതയുണ്ടോ, എവിടെ തളർച്ചയുണ്ടോ, എവിടെ യേശുവിനെ ആവശ്യമുണ്ടോ, അവിടെയാണ് യേശു ഇറങ്ങിച്ചെന്നത്. നോക്കാം, കാനായിലെ കല്യാണത്തിൽ അവിടെ ഒരു ശൂന്യത ബാധിച്ചു. കാനായിലെ കല്യാണത്തിന്റെ ശൂന്യത, അവിടെ എന്തില്ലായിരുന്നു? വീഞ്ഞില്ലായിരുന്നു. യേശുവിന്റെ അരിക്കൽ വന്ന് അമ്മ ഈ കാര്യം ആ യേശുവിനെ അറിയിക്കുവാനിടയായി. യേശു അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കൽത്തൊട്ടി വക്കോളം നിറയ്ക്കാനൊക്കെ പറഞ്ഞു. ഇതൊന്നും അല്ല എന്റെ സബ്ജക്ട്. ഇതൊക്കെ നിറച്ചു കഴിഞ്ഞ് അവരതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ് ഇത് കോരി നാടുവാഴിക്ക് കൊണ്ട് കൊടുപ്പീൻ, അതുവരെ വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുപ്പീൻ, അതുവരെ ഈ വെള്ളം വെള്ളമായിട്ടായിരിക്കുന്നത്. കോരി നിറച്ചു അവർ. ഇവരിത് കോരിക്കൊണ്ടുപോയി വിരുന്നുവാഴിയുടെ അടുക്കൽ കൊടുക്കുമ്പോഴും ഇത് വെള്ളം വെള്ളമായിട്ടായിരിക്കുന്നത്. ഞാനാണ് പോവുകയായിരുന്നു. ഇതെങ്ങനെ ഇരിക്കുന്നത്? വെള്ളമാ. ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കുകയല്ല. ഞാൻ വെറുതെ അടി മേടിച്ചു കെട്ടും. വിരുന്നുവാഴിയായിരിക്കുന്നത്. വിരുന്നുവാഴിക്ക് വീഞ്ഞാന്നും പറഞ്ഞ് വെള്ളം കൊണ്ട് കൊടുത്താൽ വിരുന്നുവാഴി എനിക്ക് തടി തരും തമ്പുരാനെ.
അതുകൊണ്ട് ഈ പരിപാടി എന്റെ അരിക്ക വേണ്ട. ഒന്നിൽ വെള്ളം വീഞ്ഞാക്കാനാണെങ്കിൽ വീഞ്ഞാക്ക്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ യേശു തമ്പുരാന്റെ ആദ്യത്തെ അത്ഭുതം കൂടാ ഈ പരിപാടി. അതിനു മുമ്പ് ഇവരാരും കണ്ടിട്ടില്ല. യേശു അത്ഭുതം ചെയ്യുന്നതൊന്നും ഇവരാരും കണ്ടിട്ടില്ല. ഇവരെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുക. ഇത് കോരിക്കൊണ്ട് ആ വിരുന്നുവാഴിയുടെ അരിക്കൽ കൊണ്ടുവന്നു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ. അതെന്തിന് മാറ്റം സംഭവിച്ചു? വെള്ളം വീഞ്ഞായി മാറുവാനിടയായി. ഇന്ന് രാത്രിയിലും നാം ചിലതൊക്കെ വിശ്വസിച്ച് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചേഞ്ചുകൾ നടക്കുവാനിടയാവും. വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ വെള്ളത്തിന് ഗുണമില്ല, മണമില്ല, കളറില്ല, ഒന്നുമില്ല. വെള്ളത്തിന് കളറുണ്ടോ? ഇല്ല. വെള്ളത്തിന് ഗുണമുണ്ടോ? ഇല്ല. വെള്ളത്തിന് രുചിയുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? ഈ വെള്ളം വീഞ്ഞായപ്പോൾ രുചിയില്ലാത്തതിന് രുചിയായി, മണമില്ലാത്തതിന് മണമായി, ഗുണമില്ലാത്തതിന് ഗുണമായി തീരുവാനിടയായി. ഇതാണ് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചേഞ്ച് വരാതെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടിട്ട് ഒരു കാര്യവുമില്ല. ചൊറിയണത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു ചൊറിയണം ഒരിടത്ത് നിന്നിട്ട് അത് പറിച്ച് വേറെടുത്ത് കൊണ്ടുവച്ചാലും അതിന്റെ സ്വഭാവം തന്നെ കാണിക്കും. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, നീ യഥാർത്ഥമായി മാനസാന്തരപ്പെടാതെ നീ ഇതുപോലെയുള്ള സഭകളിലൊക്കെ വന്നാൽ നിന്റെ പഴയ സ്വഭാവം എപ്പോഴും പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ചൊറിയുന്ന സ്വഭാവം വന്നുകൊണ്ടേയിരിക്കും. അതിവിടെ പറിച്ചിട്ട് അവിടെ നട്ടാലും നീ ചൊറിയുന്നതാണ്, ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ ആ ചൊറിയണ സ്വഭാവം മാറ്റി നിനക്ക് രൂപാന്തരം യേശുവിന്റെ വാക്കിനാൽ ഇന്നുണ്ടാകേണ്ടത് ആവശ്യമാണ്. നിന്റെ സ്വഭാവം മാറിയാലേ നിന്റെ സഭ മാറിയിട്ട് നിനക്ക് കാര്യമില്ല, നിന്റെ രൂപം മാറിയിട്ട് നിനക്ക് കാര്യമില്ല. നിന്റെ ഉള്ളിലുള്ള സ്വഭാവം അത് മാറ്റിയാലേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? ഞാൻ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അടുത്ത സ്ത്രീ, അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവുമായിട്ട് ഹാഗറിനെ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുവാനിടയായി. അവിടെ ആ മകനെ അമ്പിൻപാട് ദൂരത്ത് അതിനെ വിട്ടേച്ച് ഈ ഹാഗർ നിലവിളിക്കുവാൻ തുടങ്ങി. ഇനി എങ്ങനെ ജീവിക്കും? മരുഭൂമിയാണ്, ശൂന്യതയാണ് എന്റെ മുമ്പിലുള്ളത്. ഇവിടെ എങ്ങനെ ഞാൻ ജീവിക്കും? ഞാൻ മാത്രമല്ല, എന്റെ പൈതലും എങ്ങനെ ജീവിക്കും? അവളുടെ കരച്ചിന് മുമ്പിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെടുവാനിടയായി. അവിടെ അവൾ നീരറവ് കാണുവാനിടയായി. അവൾ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൽറോയി എന്നുള്ളത്. ഞാൻ അവിടെ കണ്ടവനെ ഇന്നിവിടെയും കണ്ടുവല്ലോ എന്ന് അവൾ അവിടെ വെച്ച് പറയുവാനിടയായി. ഇന്ന് രാത്രിയും കരച്ചിലിന്റെ മധ്യേ ഇറങ്ങി വരുന്ന ഒരു ദൈവം. അടുത്തത്, രണ്ട് സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാർത്തയും മറിയയും. അവര് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. യേശു അടുത്തു വന്നപ്പോഴത്തേക്ക് യേശുവിനോട് പറഞ്ഞു, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കയില്ലായിരുന്നു. അവര് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവരുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ അവിടെ കൂടി നിന്ന യഹൂദന്മാരും അവരും കരയുവാൻ തുടങ്ങി. ആ കരച്ചിലിന്റെ മധ്യത്തിൽ യേശുവും കണ്ണുനീർ വാർത്തു. യേശുവും കരയാൻ തുടങ്ങി. യേശു അവിടെ നിന്ന് ഇവരെ സമാധാനിപ്പിച്ചിട്ട് കല്ലറയ്ക്ക് മുൻപിലേക്ക് വന്നിട്ട്, മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ വിളിക്കുക. ലാസറേ, ഇറങ്ങി വാ, പുറത്തു വാ. ലാസറേ, പുറത്തു വാ. ഒരൊറ്റ വാക്കിനാൽ, അന്നത്തെ ഒരു വാക്കിനാൽ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി കിടന്ന് ആ ശവം എഴുന്നേറ്റ് വരിക. ആ ശീലകൾ ചുറ്റി കല്ലറയ്ക്ക് വെളിയിലേക്ക് വന്ന് ലാസറിനെ നോക്കി യേശു പറയാ, അവന്റെ മുഖശീലയെല്ലാം അഴിച്ചു കളഞ്ഞ് അവനെ പറഞ്ഞയക്കുക. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം നാറ്റം വെച്ച പ്രശ്നമായിരുന്നാലും, ശൂന്യമാക്കപ്പെട്ട പ്രശ്നമായിരുന്നാലും, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ അതൊന്ന് ഏൽപ്പിച്ചു കളഞ്ഞാൽ, നീ ഒഴിവാക്കപ്പെട്ട പ്രശ്നമായിരുന്നാലും, നീ അത് തള്ളിക്കളഞ്ഞ പ്രശ്നമായിരുന്നാലും, യേശുവിന്റെ സന്നിധിയിലേക്ക് നീ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യേശു അത് ഏറ്റെടുത്ത് ആ ജീവൻ കൽപ്പിക്കുന്ന ആ ശക്തിയാണ് യേശുവിന്റെ വാക്കിനുള്ളത്.
മരിച്ചവനെ ജീവിപ്പിക്കുന്ന ശക്തിയാണ് യേശുവിന്റെ ശബ്ദത്തിനുള്ളത്. ഇനി അടുത്തത്, ഈ വാക്ക് സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ അത് ഫലിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പണ്ട് പഴയ നിയമകാലത്ത് യോശുവ നിന്നുകൊണ്ട് പറയുകയാണ്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാനോൻ താഴ്വരയിലും നിൽക്ക. ഒരു യോശുവ അങ്ങനെ പറഞ്ഞപ്പോൾ അവന്റെ വാക്കിന് സ്വർഗം വില കൊടുത്തു, കേട്ടു. സൂര്യനും ചന്ദ്രനും അതാത് സ്ഥാനത്ത് നിൽക്കുവാനിടയായി. ഇന്ന് രാത്രി നാം പറയുന്ന വാക്കിന് ദൈവം നമുക്ക് ശ്രമിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നാം പറയണം, യേശുവിന്റെ നാമത്തിൽ നാം ചിലത് പറയണം. യേശു മാത്രമല്ല, പൗലോസിനോട് ചോദിച്ചാൽ, പത്രോസിനോട് ചോദിച്ചാൽ, യോഹന്നാനോട് ചോദിച്ചാൽ അവർക്കും പറയാൻ കഴിയും ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? നീ യേശുവിനെ ആ വാക്കുകൊണ്ട് അവർ എന്ത് ചെയ്തു? രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിക്കുവാനിടയായി. ഇനി ആ വാക്കുകൊണ്ട് എന്ത് സംഭവിക്കും? ഇന്നാണെങ്കിൽ ഈ വാക്കുകൊണ്ട് രോഗികൾക്ക് സൗഖ്യമുണ്ട്, ഭൂതങ്ങൾക്ക് വിടുതലുണ്ട്, സമാധാനമില്ലാത്തവർക്ക് സമാധാനമുണ്ട്. ഇനി അടുത്തത്, നാളെ എന്ത് സംഭവിക്കും? ദൈവവചനം പറയുമ്പോൾ ഇന്നലെ, ഇന്ന്, നാളെ. ഈ വാക്ക്, ഈ ശബ്ദം പണ്ട് ഈ പ്രപഞ്ചം ഉളവാകുവാനിടയായി. ഈ വാക്കുകൊണ്ട് ഇന്ന് രോഗികൾ സൗഖ്യമാകുവാനും സമാധാനമുണ്ടാകുവാനും പാപികൾ മാനസാന്തരപ്പെടുവാനും ഈ വാക്കുകൾ കൊണ്ട് സാധ്യമാകുന്നു. നാളെ ഈ വചനം കൊണ്ട് എന്ത് സംഭവിക്കും? വായിക്കാം. യോഹന്നാൻ 5:25, 5:28. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. യോഹന്നാൻ 5:28. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ഈ വചനത്തിന്റെ ശബ്ദം ഇന്നലകളിൽ പ്രാപിച്ചതുപോലല്ല നാളുകളിൽ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? കല്ലറകളിൽ മരിച്ചു കിടക്കുന്നവർ ഈ ശബ്ദം കേൾക്കുമ്പോൾ നന്മ ചെയ്തവർ ജീവനായിട്ടും തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടും പുനരുത്ഥാനം ചെയ്യും. ഈ വചനത്താലാണ് നാം ജീവിച്ചെഴുന്നേൽക്കുന്നത്. അതിനായിട്ടാണ് ഈ വചനം നാളേക്ക് വെച്ചിരിക്കുന്നത്. ഇന്നലകളിലെ വചനം ഇന്നും ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, നാളെയും ഇത് വ്യാപരിക്കും. കല്ലറകളിൽ തീർന്നു പോകുന്നതല്ല നമ്മുടെ ജീവിതം, കല്ലറകളിൽ കഴിഞ്ഞു പോകുന്നതല്ല നമ്മുടെ ജീവിതം. യേശു ക്രിസ്തുവിന്റെ ശബ്ദം വരുമ്പോൾ കല്ലറകളിൽ നിന്ന് നമ്മൾ ഉയർത്തു. നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനിലേക്കും, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായവിധിയിലേക്കും നിങ്ങൾ പുനരുത്ഥാനം ചെയ്യും. അടുത്തത് 2 പത്രോസ് 3:7. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും. മതി. ഈ വചനത്താൽ എന്ത് സംഭവിച്ചു? പണ്ട് അഗ്നിജാലകളെ പിളർന്ന് ഭൂമിയും ഭൂമണ്ഡലവും പ്രപഞ്ചവും ഉണ്ടായി. ഈ വാക്ക് തന്നെ, ഈ വചനം കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിനെ വീണ്ടും തീക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ വചനം നാളെ ക്രിയ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ വചനം നാളെ ക്രിയ ചെയ്യാൻ പോകുന്നത് തീക്കായി സൂക്ഷിക്കുന്ന ഈ ഭൂമിയാണ്. പണ്ട് തീയിൽ നിന്ന് എടുത്തതാണ്, വീണ്ടും ഇത് സൂക്ഷിക്കുന്നത് എങ്ങോട്ടാണ്? തീയിലേക്ക് തന്നെ. അതുകൊണ്ട് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവസാനം കേൾക്കുന്ന ശബ്ദം, അതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനം കേൾക്കുന്ന ശബ്ദം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യം. ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. ഇവിടെ കയറി വരുവീൻ എന്ന ദൈവശബ്ദം, ആ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു മഹാശബ്ദം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങാൻ പോകുകയാണ്. ഇവിടെ കയറി വരുവീൻ, ഇവിടെ കയറി വരുവീൻ. അങ്ങനെ വരുമ്പോൾ ദൈവശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരിക്കരുത്.
ഇവിടെ കയറി വരുവീണെന്ന ദൈവശബ്ദം കേൾ. അതിനു വേണ്ടി ഒരുങ്ങു നീ ഉണർന്നിരുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോതി ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോതി ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം കേൾ. അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോതി ഒരുങ്ങിടുന്നുവോ? അവൻ വരവിനായി തൻ വചനം പോതി ഒരുങ്ങിടുന്നുവോ? ഹല്ലേലൂയ. ആ ശബ്ദം കാഹളം നമ്മുടെ കാതുകളിൽ മുഴങ്ങാറായിരിക്കുക. നീ ഒരുങ്ങിയിട്ടിരിപ്പുണ്ടോ? ദൈവത്തിന്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ, ദൈവത്തിന്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ തന്നെ ഇരിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ആ ശബ്ദം മുഴങ്ങുമ്പോൾ, സ്വർഗത്തിലെ ആ ശബ്ദം മുഴങ്ങുമ്പോൾ, ആ ശബ്ദം എങ്ങനെ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ കാഹളം ധനിക്കുന്ന ദിവസമാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ വരവിന്റെ ദിവസമാണെങ്കിൽ നീ ഇന്ന് ഇവിടെ തള്ളപ്പെട്ടു പോകുമോ? ഇന്ന് നീ തള്ളപ്പെട്ടു പോകുമോ? നീ തള്ളപ്പെടുവാൻ തക്കതായ കാരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇന്ന് അവസാന രാത്രിയായി ഇന്ന് തീരരുത്. നിന്റെ അവസാന രാത്രിയായി തീരുക. ഇന്ന് രാത്രി യഹോവ യേശു നിന്നെ വിളിച്ചാൽ, യേശുവിന്റെ ശബ്ദം നീ കേട്ടാൽ, നിന്റെ കാതുകളിൽ കേട്ടാൽ, നിനക്ക് പോകുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇത് സമർപ്പിച്ച് നിന്റെ പാപ സ്വഭാവത്തെ യേശുവിന്റെ സന്നിധിയിൽ ഉപേക്ഷിച്ചു കളഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറായിട്ടുണ്ടോ? ഇന്ന് രാത്രി ആ ശബ്ദം ശ്രവിക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന യേശുവിന്റെ ശബ്ദമാണ്. ഇന്നലെ അങ്ങനെ ശബ്ദമല്ല, നാളേക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ശബ്ദം അതിവിടെ വ്യാപരിക്കുകയാണ്. ഓ കർത്താവിന്റെ ആ വലുതും ഭയങ്കരവുമായ ആ ദിവസം കള്ളനെ പോലെ വരും. നിങ്ങൾക്കതറിയില്ല. പക്ഷെ നീ ഒരുങ്ങാതിരുന്നാൽ, നീ തയ്യാറാകാതെ ഇരുന്നാൽ നീ കൈവിടപ്പെട്ടു പോകും. വെറുതെ ഇവിടെ വന്ന് കൈയടിച്ചു തുള്ളി ആരാധിച്ചത് പോയത് വെറുതെയാകും. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഇതുവരെ കൈയടിച്ചത്, ഇതുപോലെയുള്ള പരിപാടിക്ക് വന്നത് വെറുതെയാകരുത്. ഇന്ന് രാത്രി നിനക്ക് പാപ സ്വഭാവം ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം പാപം നിന്നെ അകറ്റിക്കളയുന്നുവെങ്കിൽ അതിൽ നിന്ന് നീ മാറ്റം സംഭവിച്ചതായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ മടങ്ങി വരിക. ദൈവത്തിന്റെ ശബ്ദം ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, യേശുവിന്റെ ശബ്ദം ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രോഗത്തിന് സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമാധാനത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ, ഞങ്ങൾ കർത്തൃദാസന്മാർ ഇവിടെ നിന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആവശ്യമുള്ളവർ മുന്നോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതർ ശബ്ദത്തോടും, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതർ ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വാങ്ങിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വാങ്ങിടുമ്പോൾ അവർക്ക് വിരുദ്ധം നൽകുമ്പോൾ സന്തോഷം പ്രവീക്കുമോ
Shantara